വിഷു കൈനീട്ടം ചില നാളുകാർക്ക് കൊടുത്തുകൂടാ എന്ന് പറയുന്നത് നേരാണ്. അസംബന്ധമെന്നേ ഇതിനെ പറയാനുള്ളൂ. ഈ അടുത്ത കാലത്ത് പലരും അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നു. പ്രത്യേകിച്ച് ചില യൂട്യൂബ് ചാനലുകളിലൊക്കെ ഇങ്ങനെയൊക്കെ ചിലർ വന്നിരുന്ന് പറയുന്നത് പലരും എനിക്ക് ലിങ്ക് എടുത്ത് അയച്ചു തന്നു. തെറ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഹൈന്ദവ ആചാര പദ്ധതികളിൽ ഇല്ലാത്ത ചില കാര്യങ്ങളാണ് ഇവർ പറയുന്നതെന്ന് തുറന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് ഇവരെ ഇവിടെ സൂചിപ്പിക്കുന്ന വേദനക്ഷത്രമാണ്. അതായത് എനിക്ക് വേദം ആയിട്ടുള്ളൊരു നക്ഷത്രക്കാരൻ അല്ലെങ്കിൽ നക്ഷത്രക്കാരി എനിക്ക് കൈനീട്ടം തന്നുകൂടാന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതിനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. കാര്യം നമ്മുടെ അമ്മ നമുക്ക് കൈനീട്ടം തരുന്നു. നമ്മളെ പ്രസവിച്ച നമ്മളെ അമ്മ. ആ അമ്മ നമുക്ക് വേദനക്ഷത്രമായിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് കൈനീട്ടം തരാൻ പാടില്ല. നമ്മുടെ അച്ഛൻ വേദനക്ഷത്രമാണെങ്കിൽ നമുക്ക് കൈനീട്ടം തരാൻ പാടില്ല എന്നൊക്കെ പറയണത് എത്രമാത്രം അസംബന്ധമാണ്. ബന്ധങ്ങളെ തന്നെ വേർപിരിക്കുന്ന കാര്യമാണ്. ഇതുവരെയും കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഈ ജ്യോതിഷം നല്ലതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമ്മളെല്ലാവരും ജ്യോതിഷം ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ജ്ഞാനി എന്ന് ചമഞ്ഞ് ചിലർ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം മഹനീയമായ ആചാര പദ്ധതികളിലൂടെ ഇത്തരം വിഷലിപ്തമായ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ബന്ധങ്ങളുടെയും അല്ലെങ്കിൽ മറ്റൊന്നും ഒരു വിലയറിയാത്ത ക്രൂരമായ മനസ്ഥിതിയുള്ള ചില വ്യക്തികളാണ് ഇപ്രകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. വിഷു കൈനീട്ടം നന്മയുടെ പ്രതീകമാണ്, നല്ലതുകളുടെ പ്രതീകമാണ്. മുതിർന്ന ഒരാൾ തൻ്റെ കീഴ്പ്രായമുള്ള ആൾക്കാർക്ക് ദക്ഷിണ കൊടുക്കുന്നതാണ് നല്ലത്, കൈനീട്ടം കൊടുക്കുന്നതാണ് നല്ലത്. ആ കൈനീട്ടത്തിൻ്റെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. ഒരു നാണയം കൊടുക്കുമ്പോൾ ആ ഐശ്വര്യമാണ് അവിടെ കൊടുക്കുന്നത്. ഒരമ്മ മക്കൾക്ക് കൈനീട്ടം കൊടുക്കുമ്പോൾ ആ നിറവാണ് കിട്ടുന്നത്. ഒരു മുത്തച്ഛൻ കുട്ടികൾക്ക് കൈനീട്ടം കൊടുക്കുമ്പോൾ നിറവാണ് കിട്ടുന്നത്. അവിടെ വേദത്തിൻ്റെയും അനുജന്മ നക്ഷത്രത്തിൻ്റെയൊക്കെ കാര്യം നോക്കി ഇതിലൊക്കെ വേർതിരിവ് കാണാതിരിക്കുക. ഇത്തരം ജൽപ്പനങ്ങളെ ഹിന്ദുവിഷൻ്റെ പ്രേക്ഷകരെങ്കിലും പൊതുവിൽ അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ നക്ഷത്രമൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു കൊടുക്കുക. ഇതാണ് ശരി.